അപ്പോൾ ഇന്ന് ലഞ്ച് മെനു ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. എന്തൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കണമെന്ന് നമുക്ക് നോക്കാം. വരൂ, ഇവിടുന്ന് തുടങ്ങാം. അതായത് സാബുദാന കിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കഴിക്കാൻ പാകത്തിനുള്ള പീനട്ട് കടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതൊരു വിഭാഗം അവിടെ നിൽക്കട്ടെ. മുട്ട ചിക്കിയിട്ടുണ്ട്. കായ്പയ്ക്ക് ഉപ്പേരി, അത് ജസ്റ്റ് ബീട്രൂട്ട് വെറുതെ സാലഡ് റോ ആയിട്ടുള്ള രീതിയിൽ അല്ലാണ്ട് ഒന്ന് തടുക്ക ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. ഇത് ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ഇടാതെ, ഉള്ളി ഒന്നും ഇടാതെ കടലപ്പരിപ്പ് കൂട്ടാൻ, കൊണ്ടാട്ടം ആൻഡ് ചോറ്. അപ്പോൾ നമുക്ക് സെർവ് ചെയ്താലോ? ഓരോ വിഭവങ്ങളും ഞാൻ ഓൾറെഡി റെസിപ്പി ഇട്ടതുകൊണ്ട് ഞാൻ ഇന്ന് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നോ ഓണിയൻ നോ ഗാർലിക് എന്നുള്ള രീതിയിൽ ഉണ്ടാക്കുന്ന ചന ദാൽ കറിയാണ്. അപ്പോൾ ഒരുപാട് റിക്വസ്റ്റായി പറയുന്നു, എങ്ങനെയാണ് ഒരു നോ ഓണിയൻ നോ ഗാർലിക് ആയിട്ടുള്ള റെസിപ്പി ഇല്ലെങ്കിൽ ഒരു ദാൽ റെസിപ്പി കാണിച്ചു തരുമോ എന്ന് ചോദിച്ചതുകൊണ്ടാണ് ഈ ഒരു ദാൽ റെസിപ്പി കാണിച്ചു തരുന്നത്. ആദ്യം തന്നെ വെളിച്ചെണ്ണയിൽ നമ്മുടെ സാധാരണ ജീരകം പിന്നെ കടുക് ഇത് രണ്ടും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിക്കുക. ഇതിലേക്ക് ഒരു കഷ്ണം പട്ട, ഒരു കഷ്ണം നമ്മുടെ വഴനയില, പിന്നെ ആവശ്യത്തിന് നമ്മുടെ പച്ചമുളക് മുറിച്ചിട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഒരു വലിയ തക്കാളി നല്ലോണം മുറിച്ചിടുക. ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പിട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പ് നിങ്ങളുടെ പരിപ്പിന് വേണ്ട ഉപ്പ് ഇട്ടോളൂ, ഇപ്പം തന്നെ ഇട്ടോളൂ, അപ്പോഴേ തക്കാളിയിൽ അത് നല്ല പോലെ പൊടിക്കുള്ളൂ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയാണ്. ഇത് നല്ല പോലെ വഴറ്റണം. നല്ല മസാലയൊക്കെ നല്ല പോലെ അതിൽ പിടിക്കണം. നോ ഓണിയൻ നോ ഗാർലിക്കിൽ ഇത് ഏത് രീതിയിൽ വേണമെങ്കിലും ഏത് പരിപ്പ് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ കടലപ്പരിപ്പാണ് യൂസ് ചെയ്യണതെന്ന് മാത്രമേ ഉള്ളൂ. കുറച്ച് കറിവേപ്പില ഇടുക, എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ കുക്കറിൽ നല്ല പോലെ വേവിച്ച് വെച്ചിട്ടുള്ള, ഉടയാതെ വേവിച്ച് വെച്ചിട്ടുള്ള കടലപ്പരിപ്പ് വെള്ളത്തോട് കൂടിയിട്ട് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് ഇതിലേക്ക് നല്ല പോലെ മിക്സ് ചെയ്തിട്ട് ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ല പോലെ ഒരു 15 മിനിറ്റ് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ നോ ഓണിയൻ നോ ഗാർലിക് ആയിട്ടുള്ള ഈ ഒരു ദാൽ കറി റെഡി ആയിരിക്കും. വരൂ നമുക്ക് കഴിക്കാം. അപ്പോൾ വരൂ നമുക്ക് കഴിക്കാം. എന്നും ഇങ്ങനെയാണോ ചോദിച്ചാൽ എന്നും ഇങ്ങനെയൊന്നുമല്ല. ചില ദിവസങ്ങൾ എല്ലാം കൂടിയിട്ട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങോട്ട് ആഘോഷിച്ച് അങ്ങോട്ട് കഴിക്കുക, അത്ര. അപ്പോൾ ഓരോന്നിനും ഓരോന്നാണ്. സോ ആരോ പറയുന്നുണ്ടായിരുന്നു, പണ്ടൊക്കെ കഴിക്കണ കാണാൻ നന്നായിട്ടുണ്ട്, ഇപ്പൊ ഭയങ്കര പത്രാസായിരുന്നു. ഇതിലെവിടെയാണ് എൻ്റെ കുട്ടിയെ പത്രാസ് എന്ന് എനിക്കറിയില്ല. ഒരു സാധനം എടുത്തിട്ട് ഇങ്ങനെ മുക്കി കഴിക്കണത് പത്രാസായി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എനിക്കതിനെക്കുറിച്ചൊന്നും പറയാനില്ല. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള സാബുദാനയെന്ന് തുടങ്ങട്ടെ. അതിൻ്റെ കൂടെ ഈ പീനട്ടില്ലേ, നമ്മുടെ കടല, നിലക്കടല, അതിൻ്റെ കടി, അതൊഴിച്ചിട്ടാണ് കഴിക്കേണ്ടത്. തൈരിലാണ് ഉണ്ടാക്കണം. ഗംഭീരമായിട്ടുണ്ട്. കായ്പയ്ക്ക മക്കളെ, കായ്പയ്ക്ക. എത്ര പേര് എന്നെ പോലെ കായ്പയ്ക്ക പ്രാന്ത് ഉണ്ടെന്ന് എനിക്കറിയില്ല. ചോറും വറച്ചോറും കായ്പയ്ക്ക ഉപ്പേരിയും. ഞാൻ കായ്പയ്ക്ക ഉപ്പേരി ഉണ്ടാക്കുന്നത് കാണിച്ചു തന്നുണ്ട്. ലിങ്ക് ഇടാം താഴെ. ജസ്റ്റ് സാധാരണ ബീട്രൂട്ട് ചീവിയിട്ട് എണ്ണയൊന്നും ഇല്ലാണ്ട് വെറുതെ ഒന്ന് വാട്ടിയെടുക്കുക. എന്നിട്ട് വാടിയെന്ന് കാണുമ്പോൾ ഒരു സ്പൂൺ എണ്ണയിൽ ലേശം കടുകും കറിവേപ്പിലയും കടലപ്പരിപ്പും വറ്റൽമുളകും കൂടിയിട്ട് ആക്കിയിട്ട് ആ വാടിയിട്ടുള്ളതിലേക്ക് ഒഴിക്കുക. ഇത് ചോറിൻ്റെ കൂടെ ഉണ്ടല്ലോ,
സൂപ്പറാ, വെറുതെ നല്ലതാ. ഇനി ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി ഒന്നും ഇടാത്ത നമ്മുടെ കടലപ്പരിപ്പ് കൂട്ടാൻ. കൊണ്ടാട്ടം സൈഡ് ചപ്പാത്തിയുടെ കൂടെ നന്നായിരിക്കും ഈ ചനാ ദാൽ. ആ ഇളം ഗരം മസാലയുടെ സ്മെൽ. അപ്പോൾ കഴിക്കട്ടെ. ഈ നോ ഓണിയൻ നോ ഗാർലിക് റെസിപ്പി ഉണ്ടാക്കി നോക്കുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കൂ. നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.